എല്ലാ സുഹൃത്തുക്കളായ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഈ ഏകാദശി ദിവസം ഈ ഓഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതും ഭഗവത് നിയോഗം മാത്രം. അംബരീഷ രാജാവിന് നൽകിയതുപോലെ ഭഗവാൻ നിങ്ങളെയും അനുഗ്രഹിക്കും. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ. ശുഭദിനം നേരുന്നു. നമുക്കിന്ന് 7ാമത്തെ ശ്ലോകം നോക്കാം. 33-ാം ദശകം അംബരീഷ ചരിതം. ആ അംബരീഷ ചരിതത്തിൽ 6ാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് കൃത്യ എന്ന പിശാചികയെ ദഹിപ്പിച്ചിട്ട് ആ ചക്രം മുനിമന്വധാവീത് മുനിയെ പിന്തുടരുന്നതായിട്ടാണ്. നമുക്കിന്ന് ബാക്കി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ധാവന്നശേഷ ഭുവനേഷു ഭിയാസപശ്യൻ വിശ്വത്ര ചക്രമപി തേ ഗതവാൻ വിരിഞ്ചം കാലചക്രമതിലംഘയതീത്യഭാസ്ത സർവം യയൗ സച ഭവന്തമവന്തതൈവ. ധാവൻ അശേഷ ഭുവനേഷു സഹ ഭിയാ പശ്യൻ വിശ്വത്ര ചക്രം അപി തേ ഗതവാൻ വിരിഞ്ചം കഹ കാലചക്രം അതിലംഘയതതീത്യഭാസ്തഃ. കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഃ സർവം യയൗ സ ച ഭവന്തം അവന്തതഃ ഏവ. ഭവന്തം സഹ ച ഭവന്തം അവന്തത ഏവ അഭവന്തം അവന്തതൈവ. ഇവിടെ ധാവൻ അശേഷഭുവനേഷു ഭിയാസപശ്യൻ. അശേഷഭുവനേഷു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ലോകങ്ങളിലും. ആ മഹർഷി സഹ അവൻ. ഇവിടെ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ മഹർഷി, ആ ദുർവാസാവ് മഹർഷി. ഭിയ അശേഷഭുവനേഷു, പേടിച്ചിട്ട്. ഭിയ എന്ന് പറഞ്ഞാൽ ഭയന്ന് വിറച്ച് ഈ ചക്രത്തിൽ നിന്ന് രക്ഷ നേടാനായി സകല ലോകങ്ങളിലും ഓടി. എന്നിട്ടോ ധാവൻ എന്ന് പറഞ്ഞാൽ ഓടി എന്നാണ് കേട്ടോ. സകല ഭുവനങ്ങളിലും എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടി നടന്നു. വിശ്വത്രത്തെ ചക്രം അപി പശ്യൻ. ഒപ്പം എന്ത് കണ്ടു? വിശ്വത്ര എന്ന് പറഞ്ഞാൽ വിശ്വം മുഴുവനും ഓടിയ ഈ മഹർഷിയുടെ കൂടെ എന്തും ഉണ്ടായിരുന്നു? ചക്രവും ഉണ്ടായിരുന്നു. ചക്രവും പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരുന്നു, പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അപി പശ്യൻ കണ്ടു. വിരിഞ്ചം ഗതവാൻ ബ്രഹ്മാവിനെ ചെന്ന്, വിരിഞ്ചൻ ബ്രഹ്മാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു. അതായത് ഗതവാൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. കഹ കാലചക്രം. കഹ എന്ന് പറഞ്ഞാൽ ആര്? കാലചക്രം അതിലംഘയതി ഇതി അപാസ്തഃ. ബ്രഹ്മാവ് ഉടനെ ചോദിച്ചു, ഈ ചക്രത്തെ തടുക്കാൻ ആർക്ക് കഴിയും? ഇതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നർത്ഥം. സർവം യയൗ. സർവൻ ആരാണ്? ഭഗവാൻ പരമശിവൻ. ബ്രഹ്മാവ് കൈയൊഴിഞ്ഞപ്പോൾ ഉടനെ കഹ കാലചക്രം അതിലംഘയതീത്യപാസ്തഃ സർവം യയൗ. ശിവനെ ചെന്ന് ശരണം പ്രാപിച്ചു. സർവം യയൗ സഹ ച ഭവന്തം അവന്തതൈവ. ശിവൻ എന്ത് ചെയ്തു? സഹ ആ ശിവൻ ച ഭവന്തം അങ്ങയെ, ഭവാനെ, അവന്തതഃ ഏവ കൈവണങ്ങുക, ഭഗവാനെ തൊഴുതു നമസ്കരിച്ചു. ശിവനും കൈവെടിഞ്ഞു എന്നർത്ഥം. ആ സുദർശന ചക്രത്തിനെ പറഞ്ഞിരിക്കുന്നത് കാലസ്വരൂപമായ ചക്രം എന്നാണ്. കാലത്തെ എന്ന പോലെ ഈ ചക്രത്തെയും ലംഘിക്കുക ആർക്കും അസാധ്യമാണ്. അതുകൊണ്ടാണ് കാലചക്രം അതിലംഘയത് അതീത്യപാസ്തഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആർക്കും സാധ്യമല്ല അതിനെ നേരിടാൻ. അവന്തത ഏവ, വൈഷ്ണവമായ യാതൊന്നിനെയും എതിർത്ത് നിൽപ്പാൻ നമുക്ക് വയ്യ എന്നാണ് ഈ ഭഗവാൻ പരമശിവന്റെ ആ വന്ദനത്തിൻ്റെ അർത്ഥമായി കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് വിഷ്ണു അയച്ചതല്ലേ, അതുകൊണ്ട് എന്നെക്കൊണ്ട് വയ്യ എന്നാണ്. ഞാൻ ഇപ്പോഴേ നമിച്ചിരിക്കുന്നു എന്നാണ്. ശിവൻ ഒന്നും പറയാൻ നിന്നില്ല, നമിച്ചു വൈഷ്ണവ ചക്രത്തെ. അതിനർത്ഥം എനിക്ക് വയ്യ, വൈഷ്ണവ ചക്രത്തെ, വൈഷ്ണവ തേജസ്സിനെ ധിക്കരിക്കാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുന്നു.
ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാനഹമൃഷേ അനുഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ഭൂയോ ഭൂയഃ ഭവന്നിലയം ഏത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹം ഋഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം യാഹ്യംബരീഷപദം ഏവ ഭജേ ഇതി ഭൂമൻ. ഭഗവാൻ ശ്രീപരമേശ്വരനും ബ്രഹ്മാവും കൈ ഒഴിഞ്ഞപ്പോൾ ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം, അങ്ങയുടെ ലോകത്തിൽ വൈകുണ്ഠത്തിലേക്ക് വന്നു മുനി. സത്യലോകത്തിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് കൈലാസവും. അവർ രണ്ടുപേരും കൈയൊഴിഞ്ഞത് ഉടനെ വൈകുണ്ഠത്തിലേക്കാണ് വന്നത്. മഹാമുനി അവിടെ വന്ന് നമസ്കരിച്ചു. അപ്പോൾ മുനിയോട് പറഞ്ഞു, നമന്തം മുനിം, നമസ്കരിച്ച മുനിയോട്, ഭവൻ നിലയം എന്ന് പറഞ്ഞിരിക്കുന്ന ഭവാന്റെ നിലയം, ഭഗവാന്റെ നിലയമാണ് വൈകുണ്ഠം. വൈകുണ്ഠത്തിലെത്തി നമസ്കരിച്ച മുനിയോട് ഇങ്ങനെ പറഞ്ഞു, ഭൂമൻ ഭവാൻ പ്രോജേ, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അവിടുന്ന് അരുളി ചെയ്തു ഇപ്രകാരം. എന്താണ് പറഞ്ഞത്? ഋഷേ അഹം ഭക്തദാസഃ, മുനി അതായത് മഹർഷി ആ ദുർവാസാവിനെ അഡ്രസ്സ് ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ ഭക്തദാസനാണ്, അഹം ഭക്തദാസഃ. നനു ജ്ഞാനം തപഃ ച, അതായത് അറിവും അനുഷ്ഠാനവും എല്ലാം വിനയത്തോടു കൂടി വേണം. അങ്ങനെ വിനയത്തോട് ചേർന്നതായാലേ അതിനെ ആരും മാനിക്കൂ. വിനയാന്വിതം ഏവ മാന്യം, എന്തായാലും വിനയം വേണം. വിനയമില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല, അഹങ്കാരം പാടില്ല എന്നർത്ഥം. യാഹി അംബരീഷ പദം ഏവ ഭജ ഇതി, അതുകൊണ്ട് അംബരീഷ പദം, ആ അംബരീഷന്റെ തൃപ്പാദങ്ങളെ തന്നെ ശരണം പ്രാപിക്കുക, കാൽക്കൽ തന്നെ ചെന്ന് ശരണം പ്രാപിക്കുമെന്ന്. അംബരീഷനെ വധിക്കാനല്ലേ കൃത്യ അയച്ചത്? എന്നെ ഭജിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭക്തനായ അംബരീഷനെ വധിക്കാൻ കൃത്യ അയച്ച നീ ആ അംബരീഷന്റെ കാൽക്കൽ തന്നെ ചെന്ന് ശരണം പ്രാപിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ്, ഞാൻ ഭക്തദാസനാണ്, അതുകൊണ്ട് എൻ്റെ ഭക്തനെ എനിക്ക് സംരക്ഷിക്കാതെ പറ്റില്ലല്ലോ, അതുകൊണ്ട് അംബരീഷന്റെ അടുത്തേക്ക് തന്നെ ചെല്ലാൻ പറഞ്ഞ് ദുർവാസാവിനെ അദ്ദേഹം, ഭഗവാൻ ഗുരുവായൂരപ്പൻ അംബരീഷന്റെ അടുത്തേക്ക് ദുർവാസാവിനെ പറഞ്ഞയക്കുന്നു. ഇതാണ് 8ാമത്തെ ശ്ലോകം. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോചേ ഭവാൻ അഹമൃഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ദുർവാസാവിനെ ഓടിച്ച ആ ചക്രം, ആ കാലചക്രം, കാലമാകുന്ന ചക്രം, ആർക്കും ലംഘിക്കാൻ പറ്റാത്ത ചക്രം ബ്രഹ്മാവിനെ ശരണം പ്രാപിക്കുന്നു. ചക്രത്തിൽ നിന്ന് രക്ഷ നേടാനായി ബ്രഹ്മാവ് കൈവിടുന്നു. ശേഷം ശ്രീ പരമേശ്വരനെ ശരണം പ്രാപിക്കുന്നു. അദ്ദേഹം വൈഷ്ണവ ചക്രത്തെ നമസ്കരിച്ച് അവിടുന്ന് പറഞ്ഞു വിടുന്നു. ഉടനെ ഭഗവാനെ വൈകുണ്ഠത്തിൽ ചെന്ന് ശരണം പ്രാപിക്കുന്നു. ഭഗവാൻ എന്തു പറഞ്ഞു? ഋഷേ, ഞാൻ ഭക്തദാസനാകുന്നു, അതുകൊണ്ട് അവിടുന്ന് എൻ്റെ ഭക്തനായ, എൻ്റെ പരമഭക്തനായ ആ അംബരീഷന്റെ കാൽക്കൽ ചെന്ന് ശരണം പ്രാപിച്ചാലും എന്ന് പറയുന്നു. അതാണ് നമ്മൾ 8ാം ശ്ലോകത്തിൽ കണ്ടത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസാവനൗഷീത് ചക്രേ ഗതേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ. താവത് സമേത്യ മുനിനാ സ ഗൃഹീതപാദോ രാജാ അപസൃത്യ ഭവത് അസ്ത്രം അസൗ അനൗഷീത്. ഭവത് അസ്ത്രമാണ്
ഭവദസ്ത്രം. ഭവത് പ്ലസ് അസ്ത്രം ഭവദസ്ത്രം. അസൗ അനൗഷീദാണ്, അസാവനൗഷീദ്. ചക്രേ ഗതേ മുനിരദാത് അഖിലാശിഷോസ്മൈഹി. അസ്മൈ അഖിലാശിഷഃ അദാത്. അതാണ് മുനിരദാത് അഖിലാശിഷോസ്മൈഹി. ത്വദ്ഭക്തിമാഗസി. ത്വദ്ഭക്തിം ആഗസി, ത്വദ്ഭക്തിമാഗസി. കൃതേ അപി. കൃതഃ അപിയാണ്, കൃതേ അപി. കൃതേ അപി, കൃതേപി. കൃപാം ച ശംസൻ മുനിന താവത് സമേത്യ. ആ മുനി മഹർഷി തൽക്ഷണം തന്നെ സമേത്യ മുനിന സഗൃഹീതപാദോ വന്ന് കാല് കടന്നു പിടിച്ചു. ആരുടെ കാലാണ്? ആരുടെ കാല് പിടിക്കാനാണ് പറഞ്ഞയച്ചത്? ആ അംബരീഷന്റെ കാൽക്കൽ വന്ന് ശരണം പ്രാപിച്ചു. രാജാവ് ഒഴിഞ്ഞു മാറുകയാണ്. ഈ വലിയ മുനി, അതായത് അനുഗ്രഹിക്കപ്പെട്ട ഈ മുനി വന്ന് എൻ്റെ കാല് പിടിച്ചല്ലോ എന്നുള്ള ഒരു ചമ്മലുണ്ടായിരുന്നു അംബരീഷന്. അംബരീഷ രാജാവ് ഒഴിഞ്ഞു മാറി കാല് പിടിക്കാൻ വന്നപ്പോൾ. അദ്ദേഹം വൈഷ്ണവ ചക്രത്തെ സ്തുതിച്ചു. എന്നിട്ട് വൈഷ്ണവ ചക്രത്തെ സ്തുതിച്ചിട്ട് ചക്രേഗതേ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ചക്രം അപ്രത്യക്ഷമായി. ത്വദ്ഭക്തിം. ഉടനെ ത്വത് ഭക്തിം എന്ന് പറഞ്ഞാൽ ഇവിടെ അംബരീഷന് അങ്ങയിലുള്ള ഭക്തി, അതായത് കാൽക്കൽ വന്നു വീണപ്പോൾ ഒഴിഞ്ഞു മാറി. ഇദ്ദേഹം എൻ്റെ കാൽക്കൽ വീഴുകയാണല്ലോ, ഇത്രയും പ്രഗത്ഭനായ ഈ തപസ്വിയായ ഈ ഋഷിവര്യൻ എന്ന് വെച്ച് പുറകോട്ട് മാറി. എന്നിട്ട് ഉടനെ തന്നെ ഈ ചക്രത്തെ നോക്കി സ്തുതിച്ചു. സ്തുതിച്ച ഉടനെ ചക്രം പിൻവാങ്ങുകയാണ്. അതാണ്. അപ്പോൾ മഹർഷിക്ക് തോന്നി ചക്രേഗതേ, ചക്രം പോയി, അപ്രത്യക്ഷമായി. മുനിഹി ത്വത് ഭക്തിം. മുനി, അപ്പോൾ മുനി ത്വത് ഭക്തിം ആഗസി കൃതേ. മഹർഷി ആ അംബരീഷന്റെ ഭക്തി കണ്ടിട്ട്, അതായത് ഭഗവാൻ ഗുരുവായൂരപ്പനുള്ള ഭക്തി കണ്ടിട്ട് ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ. എല്ലാം ആഗസി കൃതേ, കുറ്റം ചെയ്തിരിക്കുന്നവർക്ക് പോലും അപികൃപാം ച ശംസൻ, അദ്ദേഹം കാട്ടുന്ന കാരുണ്യത്തെയും പ്രശംസിച്ചുകൊണ്ട്. കുറ്റം ചെയ്തതാണെങ്കിൽ പോലും ഭഗവാനെ ഭജിച്ചാൽ ആ കുറ്റങ്ങളെല്ലാം ക്ഷമിച്ച് ആ ദോഷങ്ങളെല്ലാം പരിഹരിച്ച് അനുഗ്രഹിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അസ്മൈ അഖിലാശിഷ, എല്ലാ ആശംസകളും നേർന്നു. അതാത്, എല്ലാ നന്മകളെയും പ്രദാനം ചെയ്തു രാജാവിന്. ആ മഹർഷിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. മധ്യാഹ്ന കർമ്മങ്ങൾ ചെയ്ത് തിരിച്ച് ഭക്ഷണം കഴിക്കാൻ വരാനിരുന്ന മഹർഷി മനഃപൂർവ്വം 12 മാസം താമസിച്ചു ഈ രാജാവിനെ പരീക്ഷിക്കാൻ വേണ്ടി, അല്ലേ? അങ്ങനെയുള്ള മഹർഷിയാണ് ഇപ്പോൾ വന്ന് തിരിച്ച് അംബരീഷന്റെ കാല് പിടിച്ചത്, അല്ലേ? അപ്പോൾ ആ മഹർഷി തിരിച്ചു വന്ന് ഭഗവാന്റെ ഭക്തനെ കാല് പിടിച്ച് നമസ്കരിക്കുന്നു. ആ ഭഗവത് ഭക്തിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഭക്തന്മാരെ എങ്ങനെ അനുഗ്രഹിക്കും, എങ്ങനെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ 9ാമത്തെ ശ്ലോകത്തിൽ. നമുക്കിനി 10ാമത്തെ ശ്ലോകം കൂടി നോക്കാം. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രതോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായാഃ. രാജാ പ്രതീക്ഷ്യ മുനിം ഏക സമാം അനാശ്വാൻ ഭുക്ത്വാ സ്വയം ത്വയി തതഃ അപി ദൃഢം രതോ അഭൂത്. രതോഭൂത് എന്നുള്ളത് രതഃ അഭൂത് എന്നാണ്. രതഃ പ്ലസ് അഭൂത്, രതോഭൂത്. സായുജ്യം ആപ ച സ മാം പവനേശ പായാഹ. പവനേശ ഗുരുവായൂരപ്പന്, പവനൻ കാറ്റ്, കാറ്റിൻ്റെ ഈശൻ. പവനേശ മാം എന്നെ, പായാഹ എന്നെ രക്ഷിക്കണേ. ഇത് 10ാമത്തെ ശ്ലോകമാണ് 33ാം ദശകത്തിലെ. ഇന്ന് 33 ദിവസം കഴിഞ്ഞു ഗുരുവായൂരപ്പനെ ഭജിക്കാൻ തുടങ്ങിയിട്ട്. രാജാ പ്രതീക്ഷ്യ
മുനിം ഏകസമാമനാശ്വാൻ. മുനിം ഏകസമാം, അതായത് ഒരു കൊല്ലം മുഴുവനും ഒന്നും ഭക്ഷിക്കാതിരിക്കുമല്ലായിരുന്നു അംബരീഷൻ. രാജാവ് മഹർഷിയെ കാത്തിരുന്ന്. മുനിയും പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മുനിയെ പ്രതീക്ഷിച്ച് ആ 12 ദ്വാദശി വ്രതം കഴിഞ്ഞു. അതായത് മാർഗശീർഷത്തിൽ തുടങ്ങിയ വ്രതം കാർത്തിക മാസത്തിൽ വരെ മുനിയെ പ്രതീക്ഷിച്ച് അദ്ദേഹം ഭക്ഷിക്കാതെ ഇരുന്നു. സംഭോജ്യ സാധു തം ഋഷിം വിസൃജൻ പ്രസന്നം. തം ഋഷിം സാധു, ആ മഹർഷിയെ യഥാവിധി ഊട്ടുകയും പ്രസന്നനായി തീർന്ന അദ്ദേഹത്തെ യാത്രയയക്കുകയും ചെയ്തു. പ്രസന്നം വിസൃജൻ, അയച്ചു. തം ഋഷിം സാധു സംഭോജ്യ, സാധു ഇവിടെ ആ മഹർഷിയെയാണ് പറഞ്ഞിരിക്കുന്നത്. സന്യാസിയെ യഥാവിധി സൽക്കരിച്ചിട്ട് പ്രസന്നനാക്കി യാത്രയയക്കുകയാണ്. പിന്നീട് സ്വയം ഭുക്ത്വ, സ്വയം ഭക്ഷിച്ചിട്ട് ത്വയി തതഃ അപി ദൃഢം രഥഃ, പിന്നെയും അംബരീഷൻ ത്വയി, അങ്ങയിൽ ദൃഢമായ ഭക്തിയോടുകൂടി, പൂർവാധികം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളധികം ഭക്തിയുള്ളവനായിട്ട്, അഭൂത് സായുജ്യം ആപജ, മോക്ഷം പ്രാപിച്ചു എന്നാണ്. ഭക്തി നേരത്തേക്കാൾ കൂടുതൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു. ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പവനേശ, എൻ്റെ ഗുരുവായൂരപ്പ, ഭഗവാനെ, സഹ മാം പായാഹ, അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് എന്നെയും രക്ഷിക്കണേ എന്ന് മേൽപ്പത്തൂർ കേണപേക്ഷിച്ചുകൊണ്ട് ശ്ലോകം അവസാനിപ്പിച്ചിരിക്കുകയാണ്. 33-ാം ദശകം ഇവിടെ അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ ശ്രീ പാഹി മാം പാഹി. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.